ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് എന്തും ചെയ്യാനുള്ളതല്ല സിനിമയെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ. അടുത്ത കാലത്ത് ലഹരിയും അക്രമവാസന കൂട്ടുന്നതുമായ സിനിമകൾ ഇറങ്ങിയിരുന്നു. മലയാളം സിനിമയ്ക്ക് സിനിമാ നയം രൂപീകരിക്കുകയാണെന്നും പ്രേംകുമാർ പറഞ്ഞു. ഈ സമൂഹത്തെ ഉൾക്കൊള്ളുന്ന തരത്തിലാകണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് എന്തും ആവിഷ്കരിക്കാം, എങ്ങനെയും ആവിഷ്കരിക്കാം എന്ന തലത്തിലേക്കാകരുത്. അത് പകയുടെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒന്നും പ്രചാരത്തിന് വേണ്ടി ആകരുത്. അതൊരു ഭിന്നിപ്പിക്കലിൻ്റെതല്ല, കല മനുഷ്യനെ ഒരുമിപ്പിക്കലാണ് എന്ന സന്ദേശം കൂടി കലയിലേക്ക് നമ്മൾ കൈവരുത്തേണ്ടതുണ്ട്. ചലച്ചിത്ര അവാർഡുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്തു. പൃഥ്വിരാജ്, ഉർവശി, ബ്ലസി അടക്കമുള്ളവർ അവാർഡ് ഏറ്റുവാങ്ങി. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണം വളരെ സമാധാനത്തോടുകൂടി കൊടിയിറങ്ങുകയാണ്, വിവാദങ്ങളൊന്നുമില്ലാതെ വേദിയിൽ. പക്ഷേ എമ്പുരാൻ എന്ന സിനിമയുടെയൊക്കെ ഒരു രാഷ്ട്രീയ സിനിമാ പശ്ചാത്തലത്തിലാണ് പുരസ്കാര വിതരണം നടന്നത്. പ്രത്യേകിച്ച് പൃഥ്വിരാജ് അടക്കം പുരസ്കാരം ഏറ്റുവാങ്ങിയതും. പ്രേംകുമാറിന്റെ പ്രസംഗം ഇന്നത്തെ ഹൈലൈറ്റ് ആണല്ലേ? അതാണ് അരുൺ. എന്താണെന്ന് വെച്ചാൽ അരുൺ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു തരത്തിലും വിവാദങ്ങളോടൊന്നും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഒരാളും പോയില്ല എന്നതാണ് ഇത്തവണത്തെ ചലച്ചിത്രമേളയുടെ ഒരു ഹൈലൈറ്റ് എന്ന് തോന്നുന്നു. കാരണം എമ്പുരാൻ വിവാദമുണ്ട്, ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ തൊട്ട് മുമ്പ് കൊടുത്ത വിവാദമുണ്ട്, ഒപ്പം അക്രമവാസനകൾ സിനിമയിൽ കൂടുന്നു എന്നതടക്കമുള്ള നിരവധി വിവാദങ്ങൾ നിൽക്കുന്ന സമയത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിൻ്റെ ഒരു പ്രസംഗം വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി നിർത്തിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചു, പൃഥ്വിരാജ് സംസാരിച്ചു. സ്വാഭാവികമായും എമ്പുരാനുമായി ബന്ധപ്പെട്ട് അത്ര വലിയ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തിയില്ല. വേണമെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ സദസ്സിൽ നിൽക്കുന്ന സമയത്ത് തൻ്റെ നിലപാടൊക്കെ പറയാമായിരുന്നു. പക്ഷേ പൃഥ്വിരാജിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മിനിറ്റ് പ്രസംഗം മാത്രമാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും സാധാരണ ഇത്തരം വേദികൾ മുഖ്യമന്ത്രി തൻ്റെ നിലപാട് അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടൊക്കെ പറയാൻ ഉപയോഗിക്കുന്നതാണ്. അദ്ദേഹവും അതിന് തുനിഞ്ഞില്ല. ഉർവശി സംസാരിച്ചു. അവരാരും, അതായത് പ്രേംകുമാർ പറഞ്ഞ ചില വാക്കുകൾ ഒഴിച്ചു നിർത്തിയാൽ ആരും ആ തരത്തിലുള്ള പ്രസംഗങ്ങൾ സജി ചെറിയാൻ അടക്കമുള്ള ഒരാളും അവിടെ പറഞ്ഞില്ല എന്നതാണ് ഈ ചലച്ചിത്രമേളയുടെ ഒരു ഹൈലൈറ്റ്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് റഹീസ് റഷീദ്. അങ്ങനെ വിവാദങ്ങളൊന്നുമില്ലാതെ മറ്റൊരു ചലച്ചിത്രമേള കൂടി ഇറങ്ങുകയാണ്.